ഹലോ ഫ്രണ്ട്സ്, കണ്ണൂർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സ്മൈൽ SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം, ദ സിക്സ്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 11 ആൻഡ് ദ 11th ടേം ഈസ് 6. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? എന്താണ് തന്നിട്ടുള്ളത്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ സിക്സ്ത് ടേം അഥവാ ആറാം പദം 11 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 11ാം പദം അഥവാ 11th ടേം 6 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. നമുക്കറിയാം കോമൺ ഡിഫറൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് സൂചിപ്പിക്കുക. രണ്ട് ടേംസും അവയുടെ പൊസിഷൻസും, അതായത് രണ്ട് പദങ്ങളും അവയുടെ സ്ഥാനങ്ങളും തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാൻ ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എന്താണ് ടേം ഡിഫറൻസ്? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നതോ ആ പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ എഴുതാം? 11 - 6. ഇനി ഇവയുടെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്, 11ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആറാമത്തെ പദമാണ്. 6 മൈനസ് 6ന്റെ പൊസിഷൻ 11 ആണ്. അപ്പോൾ 6 - 11. ഇനി 11ൽ നിന്നും 6 പോയാൽ 5 ആണ്. 6ൽ നിന്നും 11 പോയി കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്. അപ്പോൾ -5 ആണ്. 5/-5 എന്ത് വന്നു? -1. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം -1 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, in the figure ABCD is a rectangle. Without looking into it, a dot is put in the shaded portion. What is the probability that the dot is in the shaded region? അതായത് ഇവിടെ നമുക്കൊരു ABCD എന്നൊരു റെക്ടാങ്കിൾ അഥവാ ഒരു ചതുരം തന്നിട്ടുണ്ട്. ABCD. ഇനി ഈ റെക്ടാങ്കിളിന്റെ ഉള്ളിലായി ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണവും തന്നിട്ടുണ്ട്. ഇനി കണ്ണടച്ചൊരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ, കാരണം ഇവിടെ ട്രയാങ്കിളിന്റെ ഉള്ളിലാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലാവാനുള്ള സാധ്യതയാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് ജിയോമെട്രിക് പ്രോബബിലിറ്റി അഥവാ ജാമിതീയ സാധ്യത എന്ന ഭാഗത്തിൽ നിന്നും വന്ന ചോദ്യമാണ്. ജിയോമെട്രിക് പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ജിയോമെട്രിക് പ്രോബബിലിറ്റി അഥവാ ജാമിതീയ സാധ്യത കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് അഥവാ അനുകൂല വിസ്തീർണം ബൈ ടോട്ടൽ ഏരിയ, അതായത് ആകെയുള്ള വിസ്തീർണം. ഇനി ഇവിടെ ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഷെയ്ഡഡ് റീജിയൻ, അതായത് കുത്തു വീഴാൻ സാധ്യത എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഫേവറബിൾ സ്പേസ് ഏതായിരിക്കും? ഈ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയയാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ലെങ്തോ ബ്രെഡ്ത്തോ ഹൈറ്റോ ഒന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഇനി ടോട്ടൽ ഏരിയ, അതായത് ഈ ഫിഗറിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് റെക്ടാങ്കിൾ ABCD, അതായത് ABCD എന്ന ഈ ചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവാണ് ടോട്ടൽ ഏരിയ. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ AB എന്ന ഈ ലെങ്ത് ആണ് ബേസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ B കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത് ഈ ലെങ്തിനെയാണ് നമ്മൾ ഹൈറ്റ് അഥവാ സ്മോൾ ലെറ്റർ H കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ABCD ആണ്. നമുക്കറിയാം, ഒരു റെക്ടാങ്കിളിന്റെ അഥവാ ഒരു ചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഈ റെക്ടാങ്കിൾ അഥവാ ഈ ചതുരത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? A മുതൽ B വരെയോ അല്ലെങ്കിൽ D മുതൽ C വരെയോ ഉള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മൾ A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ B കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B മുതൽ C വരെയോ അല്ലെങ്കിൽ A മുതൽ D വരെയോ ഉള്ള ഡിസ്റ്റൻസ് ആണ്. അത് നമ്മളിവിടെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിട്ട് അഥവാ H ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ബ്രെഡ്ത്ത് എത്രയാണ്? H. അപ്പൊ നമ്മൾ അതുപോലെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന് പകരം B ഇൻറ്റു H എന്ന് എഴുതുന്നു. ഈ ബി എച്ചും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എത്രയാണ്? 1/2. അതായത് ഡോട്ട് ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം,
one factor of the polynomial p of x equal to x square plus kx plus 12 is x plus 4. What is the value of k? പോളിനോമിയൽ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ നമുക്കുണ്ടെങ്കിൽ ആ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് ആണ് എക്സ് ഈക്വൽ ടു എ, അതുപോലെ എക്സ് ഈക്വൽ ടു ബി എന്നിവ. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ഒരു രണ്ടാം കൃതി സമവാക്യമാണെങ്കിൽ അതിന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും. അതിനെ നമുക്ക് എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി എന്നെടുക്കാം. ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ് എ ബി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എ ഇട്ട് കൊടുത്താലും അതുപോലെ എക്സിന്റെ സ്ഥാനത്ത് ബി ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അതായത് ഈ പോളിനോമിയലിൽ എക്സിന്റെ സ്ഥാനത്ത് എ ഇട്ട് കൊടുത്താലും എക്സിന്റെ സ്ഥാനത്ത് ബി ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്നത് 0 ആയിരിക്കും. ഇനി ഒരു സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഫാക്ടേഴ്സ് എഴുതാറ്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഈക്വൽ ടു പ്ലസ് എ അല്ലേ, അപ്പൊ ഫാക്ടേഴ്സ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? നേരെ ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഇവിടെ പ്ലസ് എ ആണെങ്കിൽ ഫാക്ടർ ആക്കി എഴുതുമ്പോൾ എക്സ് മൈനസ് എ. ഇനി രണ്ടാമത്തെ ഫാക്ടർ എങ്ങനെയാണ് എഴുതുക? ഇവിടെ എക്സ് ഈക്വൽ ടു പ്ലസ് ബി ആണ്, അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതുക? എക്സ് മൈനസ് ബി ആണ് രണ്ടാമത്തെ ഫാക്ടർ. അതായത് ഈ പോളിനോമിയലിന്റെ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എക്സ് മൈനസ് എയും എക്സ് മൈനസ് ബിയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പോളിനോമിയൽ എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 12 ആണ്. ഇനി ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ അഥവാ ഒരു ഘടകം നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? എക്സ് പ്ലസ് 4. ഓക്കെ, ഈ എക്സ് പ്ലസ് 4 ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണെന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പോളിനോമിയലിന്റെ ഒരു സൊല്യൂഷൻ അഥവാ ഒരു പരിഹാരമാണ് എക്സ് ഈക്വൽ ടു -4 എന്നത്. ഇവിടെ എക്സ് പ്ലസ് 4 ആണെങ്കിൽ സൊല്യൂഷൻ എഴുതുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈൻ ആണ് വരിക. അതായത് എക്സ് ഈക്വൽ ടു -4 എന്നത് ഈ ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ ആണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പി ഓഫ് -4 എന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഈ പോളിനോമിയലിൽ എക്സിന്റെ സ്ഥാനത്ത് -4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്നത് 0 ആയിരിക്കും. ഈ ഒരു ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പോളിനോമിയലിലെ കെന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്തു? പി ഓഫ് -4 ആണ് എഴുതുന്നത്. അതായത് എക്സിന്റെ സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യണം? -4 ഇട്ട് കൊടുക്കണം. അതായത് എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് -4 ഹോൾ സ്ക്വയർ പ്ലസ് കെ എക്സിന്റെ സ്ഥാനത്ത് കെ ഇൻറ്റു -4 പ്ലസ് 12 ഈക്വൽ ടു എന്താണ്? 0 ആണ്. കാരണം -4 എന്നത് ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ്. ഇനി -4ന്റെ സ്ക്വയർ എന്ത് വരും? 16 മൈനസ് കെ ഇൻറ്റു -4 -4k പ്ലസ് 12 ഈക്വൽ ടു 0. ഇനി 16ഉം 12ഉം കൂട്ടിയാൽ എത്രയാണ്? 28. 28 മൈനസ് 4k ഈക്വൽ ടു 0. ഇനി നമുക്ക് ഈ 4k ആ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 28 ഈക്വൽ ടു ഈ -4k ഈ സൈഡിലേക്ക് പോയാൽ പ്ലസ് 4k. ഇനി 4നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ കെന്റെ വാല്യൂ കിട്ടില്ലേ? therefore k ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 4. അതായത് 28 ഹരിക്കണം 4 എത്രയാണ്? 7. അതായത് കെന്റെ വാല്യൂ എത്രയാണ്? 7 ആണ്. ഇനി നാലാമത്തെ ചോദ്യം. 3, 2 is a point on the line parallel to the x-axis. What is the y-coordinate of another point on this line? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇനി ഇവിടെ എക്സ് ആക്സിസിന് അഥവാ എക്സ് അക്ഷത്തിന് പാരലലായി അഥവാ സമാന്തരമായി ഒരു ലൈൻ പോകുന്നു. ഓക്കെ, ഈ ലൈനിലെ ഒരു പോയിന്റ് അഥവാ ഒരു ബിന്ദുവാണ് 3, 2. ഇനി ഇതേ ലൈനിലെ മറ്റൊരു ബിന്ദു നമ്മൾ എടുക്കുകയാണെങ്കിൽ അഥവാ മറ്റൊരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ വൈ കോർഡിനേറ്റിന്റെ അഥവാ വൈ സൂചക സംഖ്യ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇവിടെ 3, 2 എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പോയിന്റ് എക്സ് ആക്സിസിൽ 3ന് സമാനവും അതുപോലെ വൈ ആക്സിസിന് 2ന് സമാനവുമാണ്. ഓക്കെ, അപ്പൊ ഈ ഇതേ ലൈനിൽ മറ്റൊരു പോയിന്റ് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റിന്റെ എക്സ് ആക്സിസ് 6 ആണെന്ന് വെക്കുക. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിൽ ഈ പോയിന്റ് 6ലാണ്. അപ്പൊ നമ്മൾ എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യ 6 എന്ന് എഴുതുന്നു. ഇനി വൈ ആക്സിസിൽ എവിടെയാണ്? 2ന് സമാനമാണ്. അപ്പൊ നമ്മൾ ആ പോയിന്റിനെ 6, 2 എന്ന് എഴുതുന്നു. ഇങ്ങനെ ഈ പാരലൽ ലൈൻസിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ വൈ കോർഡിനേറ്റ് അഥവാ വൈ സൂചക സംഖ്യ എന്തായിരിക്കും? 2 തന്നെയായിരിക്കും. അതായത് ആൻസർ എന്താണ്?
2. അതായത് y കോർഡിനേറ്റ് ഓഫ് അനദർ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിലെ അഥവാ ഈ വരയിലെ മറ്റൊരു ബിന്ദുവിന്റെ y കോർഡിനേറ്റ് അല്ലെങ്കിൽ y സൂചക സംഖ്യ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് x ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ പോകുന്നുണ്ടെങ്കിൽ ആ ലൈനിലെ y കോർഡിനേറ്റ്സ് അഥവാ y സൂചക സംഖ്യകൾ എല്ലാം സെയിം ആയിരിക്കും. ഇനി സപ്പോസ് y ആക്സിസിന് അഥവാ y അക്ഷത്തിന് പാരലൽ അഥവാ സമാന്തരമായിട്ടാണ് ഒരു ലൈൻ പോകുന്നത് എങ്കിൽ ആ പോകുന്ന ലൈനിലെ എല്ലാ പോയിന്റ്സിലെയും x കോർഡിനേറ്റ് അഥവാ x സൂചക സംഖ്യ തുല്യമായിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും? y കോർഡിനേറ്റ് അഥവാ y സൂചക സംഖ്യ എത്രയാണ്? ഈ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ y കോർഡിനേറ്റ് അല്ലെങ്കിൽ y സൂചക സംഖ്യ 2 ആയിരിക്കും. അഞ്ചാമത്തെ ചോദ്യം, the algebraic form of an arithmetic sequence is 3n plus 2. Which of the following is a term in this sequence? അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സംഖ്യകൾ തന്നിട്ട് ഇതിൽ ഏതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അഥവാ പദം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാറ്? നമ്മൾ ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഏതൊരു ടേമിനെയും അഥവാ ഏതൊരു പദത്തെയും ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം തുല്യമായിരിക്കും. ആ ഒരു തിയറം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ, അല്ലെങ്കിൽ കുറച്ച് സംഖ്യകൾ തന്നിട്ട് ഇതിൽ ഏതാണ് ടേം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറ്? കോമൺ ഡിഫറൻസ് കൊണ്ട് ആ സംഖ്യനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ശിഷ്ടം തുല്യമാണോ എന്ന് നോക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് നേരിട്ട് തന്നിട്ടില്ല. അതിനു പകരം നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം വെച്ച് ആദ്യം തന്നെ നമുക്ക് ആ അരിത്മെറ്റിക് സീക്വൻസ് ഒന്ന് എഴുതാം. എങ്ങനെയാണ് എഴുതുക? ഈ എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ഒന്നാമത്തെ ടേം കിട്ടും. ഈ എന്നിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്താൽ രണ്ടാമത്തെ ടേം കിട്ടും. എന്നിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്താൽ മൂന്നാമത്തെ ടേം കിട്ടും. അപ്പൊ അതുപോലെ 3 ഇൻറ്റു 1 എത്രയാണ്? 3. 3 പ്ലസ് 2 എത്ര വന്നു? 5. അതായത് ഒന്നാമത്തെ പദം 5 ആണ്. ഇനി 3 ഇൻറ്റു 2 എത്രയാണ്? 6. 6ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 8. ഇനി 3 ഇൻറ്റു 3 9. 9 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 11. ഇതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. 8ൽ നിന്നും 5 പോയാൽ എത്രയാണ്? 3. അതായത് ഇപ്പൊ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയും കിട്ടി, ആ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസവും കിട്ടി. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെ ഹരിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം തുല്യമായിരിക്കും. അതായത് 5നെ 3 കൊണ്ട് ഹരിച്ചാലും 8നെ 3 കൊണ്ട് ഹരിച്ചാലും 11നെ 3 കൊണ്ട് ഹരിച്ചാലും ഒക്കെ കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് റിമൈൻഡർ എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് 5നെ 3 കൊണ്ട് ഹരിക്കാം. 5 ഹരിക്കണം 3 എത്ര? 5ൽ എത്ര 3 ഉണ്ട്? 1. 1 ഇൻറ്റു 3 3. 5ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 2. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും അഥവാ ശിഷ്ടം എത്രയായിരിക്കും? 2 ആയിരിക്കും. ഈ ഒരു തിയറം വെച്ചാണ് നമ്മൾ ഇനി ഇതിലെ ഏത് നമ്പർ ആണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം എന്ന് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് 4 നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്: 30, 20, 60, 40. ഓക്കെ, ഇതിൽ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം തന്നെ നമുക്ക് 30നെ 3 കൊണ്ട് ഹരിക്കാം. 3ൽ എത്ര 3 ഉണ്ട്? 1. 1 ഇൻറ്റു 3 3. 3ന്ന് 3 പോയാൽ 0 ആണ്. ഈ 0 മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 30 ഹരിക്കണം 3 10 ആണ്. റിമൈൻഡർ അഥവാ ശിഷ്ടം 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 30 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. കാരണം നമുക്ക് 2 ശിഷ്ടം കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ആയത്. ഇനി അടുത്ത സംഖ്യ 20. 20നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 2ൽ 3 ഉണ്ടോ? ഇല്ല. 20ൽ എത്ര 3 ഉണ്ട്? നമുക്കറിയാം 6 ഇൻറ്റു 3 എത്രയാണ്? 18 ആണ്. അതായത് 20ൽ 6 3കളാണ് ഉള്ളത്. ഇനി 20ൽ നിന്നും 18 പോയാൽ എത്രയാണ്? 2. അതായത് 20നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 2 ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? 20 എന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ് എന്ന് പറയാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എന്താണ്? നമ്മൾ ആദ്യം തന്നെ അരിത്മെറ്റിക് സീക്വൻസ് എഴുതുന്നു, അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം 2 ആയിരിക്കും.
പിന്നീട് നമ്മൾ എന്താണ് ചെയ്തത്, നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിനെ എല്ലാം 3 കൊണ്ട് ഹരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നത് ഏത് സംഖ്യക്കാണോ ആ സംഖ്യയാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അഥവാ പദം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 20നെ 3 കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം 2 കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 20 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അഥവാ പദം എന്നത്. ഇനി 6ാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ O is the center of the circle. Angle ABC equal to 40 degree. Find angle AOC. അതായത് ഒരു സർക്കിൾ ഉണ്ട്, ഈ സർക്കിളിന്റെ സെന്റർ O ആണ്. ഇനി AC എന്ന 2 പോയിന്റുകളിൽ നിന്ന് ഈ സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ കേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ വന്നിട്ടുണ്ട്. അതുപോലെ AC എന്ന ഈ പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് അഥവാ സർക്കിളിലേക്കും ഒരു ആംഗിൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് തന്നിട്ടുണ്ട് 40 ഡിഗ്രിയാണ്. ആംഗിൾ ABC എന്നത് 40 ഡിഗ്രിയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്. നമുക്ക് ആദ്യം തന്നെ AC എന്നീ 2 പോയിന്റ്സിനെ കൂട്ടി യോജിപ്പിച്ച് ഒരു വര വരയ്ക്കാം. അതായത് AC എന്നത് ഈ സർക്കിളിന്റെ ഒരു കോഡ് അഥവാ ഒരു ഞാണായില്ലേ. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അതേ കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ വരുന്ന കോണിന്റെ പകുതിയായിരിക്കും. അതായത് ആംഗിൾ AOC എന്ന ഈ ആംഗിളിന്റെ പകുതിയാണ് ആംഗിൾ ABC എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആംഗിൾ ABC എന്ന് പറയുന്നത് കേന്ദ്ര കോണായ ആംഗിൾ AOCയുടെ പകുതിയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ആംഗിൾ ABC തന്നിട്ടുണ്ട്, ആംഗിൾ AOC ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ AOC എങ്ങനെ കണ്ടുപിടിക്കുക? ആംഗിൾ AOC ഈക്വൽ ടു ഈ 2 സൈഡിലേക്ക് വന്നാൽ 2 ഇൻറ്റു ആംഗിൾ ABC എന്ന് വരില്ലേ. അതായത് 2 ഇൻറ്റു 40 എത്ര വന്നു? 80 ഡിഗ്രി. അതായത് കേന്ദ്ര കോൺ അല്ലെങ്കിൽ ആംഗിൾ AOC എത്രയാണ്? 80 ഡിഗ്രിയാണ്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ കേന്ദ്ര കോണിന്റെ പകുതിയാണ്. അതായത് ഈ ആംഗിളിന്റെ പകുതിയാണ് 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 40 ഡിഗ്രിയുടെ ഇരട്ടി, അതായത് 80 ഡിഗ്രി. ഇനി അടുത്തത് 7ാമത്തെ ചോദ്യം. The median weight of 35 students in a class is 52 kilograms. Read the following statements about their weights. Now choose the correct answer from those given below. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിനെ വെച്ച് നമുക്ക് മറ്റു കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൂടെ തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? The median weight of 35 students in a class is 52 kilograms. എന്താണ് പറയുന്നത്? ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. 1, 2, 3 എക്സെട്ര 34, 35 ഇങ്ങനെ 35 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ. ഈ 35 കുട്ടികളുടെ മീഡിയൻ വെയിറ്റ് അഥവാ മധ്യമ തൂക്കം എന്നത് എത്രയാണ്? 52 കിലോഗ്രാം ആണ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മീഡിയൻ അഥവാ മധ്യമം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 1 മുതൽ 35 വരെയുള്ള കുട്ടികളെ നമ്മൾ നിരത്തി നിർത്തുകയാണ്. ഇതിൽ 1ാമത്തെ കുട്ടിയുടെ വെയിറ്റ് ആയിരിക്കും ഏറ്റവും ചെറുത്. അതുപോലെ 35ാമത്തെ കുട്ടിയായിരിക്കും ഈ ക്ലാസ്സിലെ ഏറ്റവും വെയിറ്റ് കൂടിയ കുട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ വെയിറ്റ് കുറഞ്ഞ കുട്ടിയിൽ നിന്നും വെയിറ്റ് കൂടിയ കുട്ടികളിലേക്ക് 35 കുട്ടികളെയും നിരത്തി നിർത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മിഡിൽ അല്ലെങ്കിൽ ഏറ്റവും സെന്ററിൽ വരുന്ന കുട്ടിയുടെ വെയിറ്റ് ആണ് ഈ 52 കിലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ക്ലാസ്സിൽ 35 കുട്ടികളാണ്. 35ന്റെ പകുതി എത്രയാണ്? 17.5. ഓക്കെ, അപ്പൊ ഇവിടെ ആയിട്ടാണ് 17ാമത്തെ കുട്ടിയും 18ാമത്തെ കുട്ടിയും വരുന്നത്. അപ്പൊ 35 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. അതിന്റെ പകുതി എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കുട്ടികളല്ലാതെ ഒരു എണ്ണമാണ് നമുക്ക് കിട്ടിയത് എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കുട്ടികളെ എടുത്ത് ഈ 2 കുട്ടികളുടെ വെയിറ്റിന്റെ ആവറേജ് എടുത്തിട്ടാണ് മീഡിയൻ കണ്ടുപിടിക്കാറ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 17ാമത്തെയും 18ാമത്തെയും കുട്ടിയുടെ വെയിറ്റ് അഥവാ തൂക്കത്തിന്റെ ആവറേജ് ആണ് 52 കിലോഗ്രാം എന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. 1ാമത്തെ കുട്ടിയാണ് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കുട്ടി, 35ാമത്തെ കുട്ടിയാണ് ഏറ്റവും വെയിറ്റ് കൂടിയ കുട്ടി, 17ാമത്തെയും 18ാമത്തെയും കുട്ടിയുടെ ആവറേജ് ആണ് 52 കിലോഗ്രാം. അതായത് ഈ 1 മുതൽ 17 വരെയുള്ള കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 52 കിലോഗ്രാമിൽ താഴെയായിരിക്കും. അതുപോലെ ഈ 18 മുതൽ 35 വരെയുള്ള കുട്ടികളുടെ തൂക്കം എന്ന് പറയുന്നത് 52 കിലോഗ്രാമിൽ കൂടുതലായിരിക്കും.
ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇനി ഓരോ സ്റ്റേറ്റ്മെന്റുകൾ വീതം വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ വെയിറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ് ഈസ് എബവ് 52 kilograms. എന്താണ് പറയുന്നത്? ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ വെയിറ്റും 52 കിലോഗ്രാമിൽ കൂടുതലാണ്. ശരിയാണോ? അല്ല. കാരണം 17 നിന്ന് അടിയിലേക്കുള്ള കുട്ടികളുടെ വെയിറ്റ്, അതായത് 1 മുതൽ 17 വരെയുള്ള കുട്ടികളുടെ വെയിറ്റ് 52 കിലോഗ്രാമിന് താഴെയും, അതുപോലെ 18 മുതൽ 35 വരെയുള്ള കുട്ടികളുടെ വെയിറ്റ് 52 കിലോഗ്രാമിൽ കൂടുതലുമാണെന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ വെയിറ്റ് ഓഫ് 17 സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ് ഈസ് 52 kilograms ഓർ ബിലോ. എന്താണ് പറയുന്നത്? 17 കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 52 കിലോഗ്രാമിൽ കുറവാണ്. ശരിയല്ലേ? അതെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ വെയിറ്റ് ഓഫ് 17 സ്റ്റുഡൻസ് ഓഫ് ദിസ് ക്ലാസ് ഈസ് 52 kilograms ഓർ എബവ്. എന്താണ് പറയുന്നത്? 17 കുട്ടികളുടെ വെയിറ്റ് 52 കിലോഗ്രാമോ അതിൽ കൂടുതലോ ആണ്. അതും ശരിയല്ലേ? നമ്മൾ പറഞ്ഞു 18ാമത്തെ കുട്ടിക്ക് ശേഷം 35ാമത്തെ കുട്ടി വരെ 52 കിലോഗ്രാമിൽ കൂടുതൽ വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ് ഈസ് 1820 kilograms. അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ നമുക്ക് നടുവിലെ കുട്ടികളെ, മിഡിലുള്ള കുട്ടികളുടെ വെയിറ്റ് ആണ് നമുക്ക് 52 കിലോഗ്രാം എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഒരിക്കലും ഈ 35 കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് അളക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്ന് പറയാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അടുത്തത് എട്ടാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ്സുകൾ കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തന്നിട്ടുള്ളത്? ദ റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ഈസ് 1:2. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സെക്ടർ. ആദ്യം തന്നെ എന്താണ് ഒരു കോൺ? ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ് ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ സർക്കിളിലെ ഒരു സെൻട്രൽ ആംഗിൾ എടുക്കുന്നു. അതിനെ നമ്മൾ X ഡിഗ്രി എന്ന് പറയും. ഈ സെൻട്രൽ ആംഗിളിൽ കട്ട് ചെയ്ത് ഇതിനെ നമ്മൾ റോൾ ചെയ്തുകൊണ്ട് ഒരു കോൺ അഥവാ ഒരു വൃത്തസ്തൂപിക നിർമ്മിക്കും. ഈ കോണിന്റെ അടിയിലെ റേഡിയസ്, ഈ കോണിന്റെ ബേസിൽ ഒരു സർക്കിൾ ആണ് വരുന്നത്. ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എന്നത് സ്മോൾ ലെറ്റർ R കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനി ഈ കോണിന്റെ ഈ ഒരു ഹൈറ്റിനെ നമ്മൾ സ്ലാന്റ് ഹൈറ്റ് അല്ലെങ്കിൽ ചെരിവുയരം എന്നാണ് പറയുക. സ്മോൾ ലെറ്റർ L കൊണ്ടാണ് അത് സൂചിപ്പിക്കുക. ഇത്രയുമാണ് നമ്മൾ കോൺ എന്നൊരു ഭാഗത്തെ കുറിച്ച് അല്ലെങ്കിൽ വൃത്തസ്തൂപിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ആദ്യം പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ്. അതായത് ബേസ് റേഡിയസ് എന്ന് പറയുന്നത് ഒരു കോണിന്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്, സ്മോൾ ലെറ്റർ R. ബേസ് റേഡിയസും അതുപോലെ സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ, അതായത് ഈ കോണിന്റെ സ്ലാന്റ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ, അതായത് R:L എന്നത് എന്താണ്? റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ഈസ് 1:2 ആണ്. അതായത് ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തം റോൾ ചെയ്യുമ്പോൾ, അപ്പൊ സെമി സർക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്നത് എത്രയാണ്? സർക്കിളിന്റെ ആംഗിൾ എന്നത് 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെമി സർക്കിളിന്റെ ആംഗിൾ എത്രയായിരിക്കും? 360ന്റെ പകുതി 180 ഡിഗ്രി. അപ്പൊ 180 ഡിഗ്രി ആംഗിൾ ആണ് കട്ട് ചെയ്ത് റോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ X ഡിഗ്രി 180 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R:L, അതായത് ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്നത് 1:2 ആണെന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. അപ്പൊ അത് നമുക്ക് ആണോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് റേഷ്യോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? R:L ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ R/L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. R/L 1/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് R/L കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ സർക്കിൾ കോൺ എന്ന് വേറെ ആയിട്ട് എഴുതാം. സർക്കിൾ കോൺ. സർക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിനെയാണ്, കോൺ എന്ന് പറയുന്നത് നമ്മുടെ വൃത്തസ്തൂപികയാണ്. ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരത്തെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി ഈ കോണിന്റെ റേഡിയസ് അഥവാ ആരത്തെ നമ്മൾ സ്മോൾ ലെറ്റർ R കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി ഈ സർക്കിളിന്റെ ആംഗിൾ അഥവാ കോൺ എത്രയാണ്? ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി
ഈ കോണിന്റെ ആംഗിൾ എങ്ങനെയാണ് വരുന്നത്? അതായത് ഈ സർക്കിളിലെ 180 ഡിഗ്രി ആംഗിൾ എടുത്തതിന് ശേഷം ആ ആംഗിൾ കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോൾ ചെയ്ത് ഈ കോണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോണിന്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് എങ്ങനെ എഴുതാം? സ്മോൾ ലെറ്റർ ആർ ആദ്യം എഴുതുന്നു, ഹരിക്കണം ക്യാപിറ്റൽ ലെറ്റർ ആർ എഴുതുന്നു, ഈക്വൽ ടു. ഇനി സ്മോൾ ലെറ്റർ ആറിന്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ബൈ ക്യാപിറ്റൽ ലെറ്റർ ആറിന്റെ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സ്മോൾ ലെറ്റർ ആർ ഹരിക്കണം, അതായത് ബേസ് റേഡിയസ് ഡിവൈഡഡ് ബൈ സർക്കിൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? ഓക്കെ, സർക്കിളിന്റെ ആംഗിൾ ആണ് 360 ഡിഗ്രി. ഈ കോൺ നമ്മൾ ഉണ്ടാക്കുന്നത് സെമി സർക്കിൾ റോൾ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ സെമി സർക്കിളിന്റെ ആംഗിൾ ആണ് 180 ഡിഗ്രി. അപ്പൊ ഇതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുകയാണ്. ഇനി സ്മോൾ ലെറ്റർ ആർ ഹരിക്കണം ക്യാപിറ്റൽ ലെറ്റർ ആർ ഈക്വൽ ടു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടിനെയും 180 കൊണ്ട് ഹരിച്ചൂടെ? അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ നമുക്ക് 180 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഹരിക്കണം 180 ഒന്നാണ്. 360 ഹരിക്കണം 180 360 രണ്ട് 180 ആണുള്ളത്. അതായത് നമുക്ക് എന്ത് കിട്ടി? ആർ ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നത് 1/2 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, പക്ഷെ നമുക്കിവിടെ ആർ ബൈ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു കോൺ അഥവാ വൃത്തസ്തൂപികയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് സ്ലാന്റ് ഹൈറ്റും സർക്കിളിന്റെ റേഡിയസും ഈക്വൽ ആണ്. ഓക്കെ, സ്ലാന്റ് ഹൈറ്റും സർക്കിളിന്റെ റേഡിയസും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സ്ലാന്റ് ഹൈറ്റ് ഈക്വൽ ടു സർക്കിളിന്റെ റേഡിയസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സർക്കിളിന്റെ റേഡിയസിന്റെ സ്ഥാനത്ത് സ്ലാന്റ് ഹൈറ്റ് ഇട്ട് കൊടുക്കുന്നു, ഈക്വൽ ടു 1/2. ഇതല്ലേ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? സ്മോൾ ലെറ്റർ ആർ, അതായത് ബേസ് റേഡിയസ് ബൈ സ്ലാന്റ് ഹൈറ്റ് നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്നത് 1:2 ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് പറയുന്നത്? ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സെക്ടർ. എന്താണ് പറയുന്നത്? ഈ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവുയരവും അതുപോലെ ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരവും ഈക്വൽ ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഇതാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 R/L ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് സ്ലാന്റ് ഹൈറ്റും അതുപോലെ സർക്കിളിന്റെ റേഡിയസും തുല്യമാണ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. അപ്പൊ അതും എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ശരിയാണ്. കാരണം എന്താണ്? ഒരു കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരവും സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരവും തുല്യമാണ്. അത് നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ എ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അതെന്താണ്? തെറ്റാണ്. കാരണം രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. അതും എന്താണ്? തെറ്റാണ്. ഇനി സി പറയുന്നത് എന്താണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. അതാണ് ശരി. കാരണം എന്താണ്? ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 1 നമ്മൾ ശരിയാക്കിയ സമയത്ത് അതിന്റെ ഇടയിൽ നമ്മൾ ഉപയോഗിച്ചതാണ് സ്ലാന്റ് ഹൈറ്റും അതുപോലെ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരവും തുല്യമാണ് എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അതിന്റെ ഇടയിൽ ഉപയോഗിച്ചിരുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റ്മെന്റ് 2 എന്നത് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാവാനുള്ള കാരണമാണ്. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്.